ആ ബ്രോ എന്താ പറ്റി ഈ വഴിക്കൊക്കെ? ബ്രോ ബ്രോ ഒരു പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയെന്ന് അറിഞ്ഞല്ലോ. നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യോ ബ്രോ? ആ ഒരു സെക്കൻഡ് ബ്രോ. ആ പറയ്. എന്താ കഴിക്കാൻ വേണ്ടേ? ഇന്നലെ പഴമല്ലായിരുന്നു, ഇന്ന് പപ്പടം മതി. ആ അതല്ല ബ്രോ, നിങ്ങളുടെ ഒരു പുതിയ വണ്ടി ഇറങ്ങിയില്ലായിരുന്നു, അതിൻ്റെ പേരെന്തായിരുന്നു ഇപ്പോൾ? ഒരു ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയില്ലായിരുന്നു ഞങ്ങൾ? ബെലംനോ അവരുടെ വണ്ടി അറിയില്ലേ? പുതിയ വണ്ടി ഇറങ്ങി, അതാണ് ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയത് ബ്രോ. ബെലംനോയോ? എടേ ബലേനോ അല്ലേ ഇടേ സുസുക്കി? അത് അതെ ബ്രോ, ബലേനോ. ഇത് പിന്നെ ചുമ്മാ പിള്ളേർ ഡീഗ്രേഡിങ് ചെയ്യാനായിട്ട് ഓരോന്ന് അടിച്ചു വിടുന്നതല്ലേ. നമ്മുടെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട് ബ്രോ, കണ്ടായിരുന്നു? അടിപൊളി ഫീച്ചേഴ്സൊക്കെ, സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. ആ അല്ല രാറ്റേ, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്? ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങി അറിഞ്ഞിട്ട് വന്നേ ബ്രോ, നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. നിനക്കുള്ളതേ അടുത്ത വീഡിയോ കയറാം, നിന്നെ കാണാനിരിക്കുകയായിരുന്നു. നിനക്കുള്ള അടുത്ത വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ഇട്ടിട്ടേ ആൾക്കാരെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് നിനക്ക് തരാം. ഓ പിന്നെ നിങ്ങളുടെ പുതിയ ഫേസ് ലിഫ്റ്റ് ബലേനോയിൽ എന്തൊക്കെയുണ്ട്? പുതിയ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നൊക്കെ പറയുന്നു, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? ബ്രോ ഫീച്ചേഴ്സിൻ്റെ എന്തൊക്കെ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ. ആദ്യമേ ഈ സെഗ്മെൻറ്റിലെ 2 കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഇവിടെ ചിലവരൊന്നും അതൊന്നും കണ്ടുപോലും കാണില്ല, എന്നാലും പറയാം. നമ്മൾ 360 ഡിഗ്രി ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ പിന്നെ നമ്മുടെ ഹാരിയറിനും സഫാരിക്കും കൊടുക്കുന്നില്ല ഇതൊന്നും, പിന്നെയല്ലേ നമ്മുടെ അൾട്രോസിന്. ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 360 ഡിഗ്രി ക്യാമറ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും നമുക്ക് ചെറിയ വഴികളിലൂടെയൊക്കെ പോകുമ്പോഴൊന്നും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമുണ്ട് ബ്രോ. പിന്നെ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ, നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്നും മാറാതെ തന്നെ നമുക്ക് ഒരുവിധം ഇൻഫർമേഷൻ എല്ലാം നമുക്ക് കാണാൻ പറ്റും ബ്രോ. കിട്ടിലും ഫീച്ചേഴ്സാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ C-ഷേപ്പ് കിട്ടിലും ഡിസൈനിൽ ടെയിൽ ലാംപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് ബ്രോ. ബ്രോ കണ്ടു കാണുമല്ലോ. എടേ നിങ്ങൾ ബാക്കി എല്ലാവരും ഡീസൽ എഞ്ചിനൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഡീസൽ എഞ്ചിൻ ഉണ്ടോ നിങ്ങൾ? അതേപോലത്തെ മൾട്ടി ജെറ്റ് 1.2 ലിറ്റർ തന്നെ. പിന്നെ ഡീസൽ ഇപ്പം നഷ്ടമല്ലേ ബ്രോ? കാൽക്കുലേറ്റ് ചെയ്യാക്കി അങ്ങനെ കുറച്ച് പരസ്യമൊക്കെ ചെയ്തിട്ടാണല്ലോ ബ്രോ നമ്മുടെ ഡീസൽ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത്. അന്ന് കണ്ടില്ലായിരുന്നു? ഭയങ്കര നഷ്ടമാണ് ബ്രോ ഡീസൽ. ബാക്കിയുള്ളവന്മാർ കൊടുക്കുന്ന അമ്മമാർക്ക് എന്തോന്നു, അമ്മമാർക്ക് ഭ്രാന്ത് അല്ലാതെ. പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്പേസിനെ കുറിച്ചും മൈലേജിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ബ്രോ. നമ്മളെ പുതിയ എഞ്ചിൻ വന്ന് നമ്മളെ 90 PS എഞ്ചിൻ വന്നെങ്കിലും നമ്മുടെ മൈലേജിനും നമ്മുടെ ഡ്രൈവബിലിറ്റി അങ്ങനെ കാര്യങ്ങൾക്കും ഒരു വ്യത്യാസം വന്നിട്ടില്ല. നല്ല കിടിലോ എഞ്ചിനാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ നിങ്ങൾ DCT ഒക്കെ ഉണ്ടോ? നിങ്ങളെ ഗിയർ ബോക്സ് കണ്ട, നിങ്ങളെ റൈവൽസൊക്കെ കണ്ട ഫുള്ള് DCT ഗിയർ ബോക്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ടാറ്റ ഇറക്കി അല്ലേടെ? നിങ്ങൾ ഇറക്കിയില്ലേ ഇപ്പോൾ DCT? നമ്മുടെ അൾട്രോസിന് ഇപ്പോൾ കണ്ട ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, നല്ല കിടില. നമ്മൾ ടീസറൊക്കെ ഇറക്കി തുടങ്ങി കേട്ടോ, പൊളിക്കും. DCT നമുക്കില്ല ബ്രോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ CVT മാറ്റിയിട്ട് പുതിയ AMD കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ AMD ആണെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നല്ല ട്യൂണിങ്ങൊക്കെ സെറ്റാക്കിയാണ് എടുത്തേക്കുന്നത് നമ്മളെ എഞ്ചിനീയേഴ്സൊക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല മാരുതി സുസുക്കി. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ ഒരുപാട് കാലമായിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നത്, നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമില്ല, ഗ്ലോബൽ സി പ്ലാറ്റ്ഫോം, നമ്മളെ ബ്രസീൽ എസ്ക്രോസൊക്കെ ഇറക്കുന്ന പ്ലാറ്റ്ഫോം, അതിലെന്താണ് നിങ്ങൾക്ക് എല്ലാ വണ്ടി ഇറക്കിയാലും അതിൽ നല്ല ക്രാഷ് ടെസ്റ്റിലായാലും നല്ല റേറ്റിംഗ് 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ ഈ ഹാർടെക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എനിക്ക് അത്ര നല്ല അഭിപ്രായമില്ല കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മളെ എർട്ടിഗ തൊട്ട് നിങ്ങളുടെ ബലേനോ, സ്വിഫ്റ്റ്, എക്സ്പ്രസോ, സെലേറി അങ്ങനെ എല്ലാ ഹാർടെക്കിലാണ് നിങ്ങൾ ഇറക്കുന്നത്. അതിലെൻ്റെ ഒന്ന് ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് വന്നത് വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരിതുമല്ല. പിന്നെ ക്രാഷ് ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ബഹിഷ്കരിച്ച് നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഗ്ലോബൽ സി പ്ലാറ്റ്ഫോം കൊടുക്കായിരുന്നു, അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ക്രാഷ് ടെസ്റ്റൊക്കെ ഉടായിപ്പല്ലേ ബ്രോ? അതൊക്കെ ചുമ്മാ വെറുതെയാണ്. അത് ബ്രോ കണ്ടിട്ടില്ലേ? വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ക്രാഷ് ടെസ്റ്റൊക്കെ ഉടായിപ്പാണെന്ന് പറഞ്ഞ്. അതൊക്കെ സത്യമാണ് ബ്രോ. ക്രാഷ് ടെസ്റ്റൊക്കെ ഉടായിപ്പോൾ ഒരു കാര്യമില്ല. ക്രാഷ് ടെസ്റ്റൊക്കെ ഉടായിപ്പായിരിക്കും ഇവിടെ മാരുതി. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, നമ്മുടെ ഈ അല്ലാതെ ഈ റോഡിൽ കിടക്കുന്ന ആക്സിഡൻറ്റിലും ഒക്കെ നമ്മൾ ഒരുമാതിരി കണ്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ നമുക്ക്. ഇപ്പോൾ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ കിട്ടുന്ന വണ്ടിയുടെ ആക്സിഡൻറ്റും 2 സ്റ്റാർ കിട്ടുന്ന വണ്ടിയുടെ ആക്സിഡൻറ്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് അവിടെ ക്രാഷ് ടെസ്റ്റിലൂടെ ആയിപ്പ് കാണിച്ചാലും റോഡിലൂടെ ആയിപ്പ് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ക്രാഷ് ടെസ്റ്റൊക്കെ ബഹിഷ്കരിച്ച് നിൽക്കുന്ന ടീമാണ്. അവരുമായിട്ട് ഇനി എന്തായാലും ബലേനോരെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടൊന്നും കാണില്ലായിരിക്കും അല്ലേ? അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, കാണില്ലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സ്പ്രസോ ഒക്കെ ചെയ്ത പോലെ ആരെങ്കിലുമൊക്കെ വണ്ടി വാങ്ങിച്ച് കൊണ്ടുപോയി ക്രാഷ് ടെസ്റ്റ് ചെയ്യിക്കണം അല്ലേ? അതറിയാം ബ്രോ. അത് പാടായിരിക്കും ബ്രോ. നമ്മളങ്ങനെ ക്രാഷ് ടെസ്റ്റിൻ്റെ കാര്യമില്ല, ആൾക്കാർക്ക് അറിയാം വണ്ടി
നല്ല വണ്ടിയാണെന്ന്. അതുകൊണ്ടല്ല നമ്മൾ എപ്പോഴും സെയിൽസ് ചാർട്ടിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന ബ്രോ. ഈ ഹാർടെക് പ്ലാറ്റ്ഫോം കിടിലം പ്ലാറ്റ്ഫോമാണ് ബ്രോ, നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ ബോഡി ഷെല്ലും കൂടെയൊക്കെ നല്ലതാക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ കംഫർട്ട് കൂട്ടാനായിട്ട് ബ്രോ നമ്മൾ സസ്പെൻഷനൊക്കെ ഒന്ന് റീവർക്ക് ചെയ്തിട്ടുണ്ട്, കിടിലം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. നിങ്ങൾ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും 6 എയർ ബാഗും, എന്തായാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തായാലും കുറച്ച് ജനങ്ങളെ ഇത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നുള്ളൊരിത് തോന്നുന്നുണ്ട്. എന്ന് പറയുമ്പോൾ എയർ ബാഗ്സും ബോഡി ഷെല്ലൊക്കെ കുറച്ച് സ്ട്രെങ്ത് ആക്കി എന്നൊക്കെ പറയുന്നു. നമുക്ക് ഇനി ക്രാഷ് ടെസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് വട്ടം പറഞ്ഞു, അത് കാണാൻ സാധ്യതയില്ല. എന്തായാലും കൊള്ളാം, ബാക്കിയെല്ലാം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി, നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും. വണ്ടി ഓടിക്കാൻ കിട്ടിയില്ല ഇതുവരെയും. ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് ഇപ്പോൾ വണ്ടി ഓടിച്ചു നോക്കാൻ കിട്ടുകയാണെങ്കിൽ പിന്നെ ഓടിച്ചു നോക്കിയിട്ട് പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. അല്ല സുസുക്കി, നിനക്കെന്താ ഇത്ര ധൃതി? നീ എന്തോ ഒന്ന് നിന്ന് സംസാരിക്കടേ. നിങ്ങൾ ധൃതിയിൽ എവിടെ പോകണം? ഇല്ല ബ്രോ, കുറച്ച് പണിയുണ്ട്. പോയിട്ട് കുറച്ച് ബാഡ്ജ് ടോയ്ലറ്റ് വരെ മാറ്റി ഒട്ടിക്കാനുണ്ട്. പിന്നെ കുറച്ച് വണ്ടിയൊക്കെ ഒന്ന് ചളുക്കി ഒന്ന് ഡിസൈനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കണം. കുറച്ച് പണിയുണ്ട്. ബാഡ്ജ് മാറ്റി ഒട്ടിക്കാൻ നമ്മൾ റീബാഡ്ജ് ചെയ്ത് ഇറക്കുന്നുണ്ട്. നമ്മൾ തന്നെ എല്ലാം നോക്കുന്നത്, അത് ചെയ്യാനുണ്ട്. ശരിയെങ്കിൽ ഇപ്പോൾ സമയമില്ല, പിന്നെ കാണാം.